കേൾക്കുന്നുണ്ടോ, മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ, ഇങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നങ്ങളും അവർക്ക് വരില്ല. നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ടീംസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഈ ട്രെയിനിങ് സെഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ കാണുന്ന ട്രെയിനിങ് സെഷനേക്കാൾ കുറച്ച് പേയ്മെന്റ് ഇതിന് കൂടുതലാണ്. കാരണം ഇൻഡിവിജ്വൽ സെഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും അതിന് പേയ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ എനിക്കൊരിക്കലും ഈ ഒരു ട്രെയിനിങ് സെഷന് വളരെയധികം പേയ്മെന്റ് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് സെഷന്റെ വാല്യൂ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം, അതിന്റെ ക്വാളിറ്റിയും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് വരുന്നതിന് മുൻപ് ഒരു കാൻഡിഡേറ്റ്സിനോ ക്ലയൻസിനോ അറിയണം എന്നൊരു നിർബന്ധവും ഇല്ല. അവർ മറ്റുള്ള മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് സെഷൻസുമായിട്ട് എന്റെ ട്രെയിനിങ് സെഷൻ കമ്പയർ ചെയ്യുകയും ചില ആളുകളൊക്കെ എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ വളരെ പരിഹാസത്തോടെയൊക്കെ നമ്മളോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും തോന്നാറില്ല. കാരണം അവർക്ക് അതിന്റെ വാല്യൂ അറിയില്ല. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചതികൾ നമ്മളുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഈ കോഴ്സ് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് എന്തായാലും ഒരു ലോസുകളും എല്ലാം കൂട്ടുമ്പോൾ വളരെ വലിയ ഹ്യൂജ് ലോസുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ടെൻഷൻ ഓരോ വരുന്ന വ്യക്തികൾക്കും ഉണ്ടാകും. അപ്പൊ ആ ഒരു ടെൻഷനും കാര്യങ്ങളുമാണ് നമ്മളുടെ അടുത്ത് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഡൗട്ട്സ് ആണ്, ഇത്രയും ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു ചതിയിലേക്കായിരിക്കുമോ പോകുക എന്നുള്ള ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് വന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് മാറ്റി പറയുകയും ചെയ്യും. കാരണം ഇതിന് ഇത്രയും വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫീസ് ഒട്ടും കൂടുതലല്ല എന്നുള്ള ഒരു കാര്യം അവർ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം നമ്മളുടെ കൊടുത്ത ആളുകൾക്ക് തന്നെ ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോൺഫിഡൻസ്, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപത്തേക്കാൾ കോൺഫിഡൻസ് എനിക്ക് ഇപ്പം അതിലുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവർ ഓരോ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ പഠിച്ചിട്ട് മാത്രമേ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ എനിക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്റെ ഒരു ട്രേഡിംഗ് കപ്പാസിറ്റിന്റെ ഇന്റൻഷൻ തന്നെ അതാണ്. കാരണം ഈ കോഴ്സ് വിട്ടിട്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരു ക്യാഷുകാരി ആകാം എന്നുള്ള ഒരു ചിന്താഗതിയിലല്ല ഞാൻ ഈ ഒരു ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ട്രെയിനിങ് സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ചതിക്കുഴികളിൽ വീണ് ഒന്നും എടുക്കാൻ പറ്റാതെ ഒരുപാട് ക്യാഷ് ലോസ് വന്നിട്ടുള്ള ആളുകൾക്ക് ആരുടെ സഹായമില്ലാതെ, അതിനി ഒരാളെ വരുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരാള് ആരുടെ സഹായമില്ലാതെയും ഒരു ട്രേഡറാക്കി അയാളെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് സെഷന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേയ്മെന്റ് ഇനി ഒരിക്കലും കുറയാനായിട്ട് പോകുന്നില്ല. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ ട്രെയിനിങ് സെഷന്റെ ഫീസ് കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഇതിന് അത്രയും വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ അറിഞ്ഞു വരുന്ന ആളുകൾ മാത്രമേ എന്റെ ക്ലയൻസ് ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും എന്റെ ക്ലയൻസ് ആകണമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങളും ഇല്ല. കാരണം ഇതിന് വാല്യൂ ഉണ്ട്, ഇതിന് ക്വാളിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഏതൊരു പ്രൊഡക്ട്സ് ആയാലും സർവീസ് ആയാലും നമുക്ക് പേയ്മെന്റ് കൂടുതലാണ് അല്ലെങ്കിൽ അതിന്റെ